നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം രാജ്മോഹൻ. ഇന്ന് ഒരു വാർത്തയും പ്രധാനപ്പെട്ടതില്ല, ഇല്ല, എല്ലാത്തിനും ഫോളോ അപ്പ് ആണ്. അതെ അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് മറ്റേ പ്രധാനമന്ത്രി പോയതിൻ്റെ ഒരു തരംഗം തന്നെ നിലപ്പെട്ടെന്ന് തോന്നുന്നല്ലേ? തീർച്ചയായും അതൊരു വലിയ തരംഗം തന്നെയായിരുന്നു. അത് ഒരു വലിയ സംഭവം തന്നെയായിരുന്നു. കാരണം സാധാരണഗതിയിൽ ഈ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഡൽഹിയിൽ നിന്ന് വരുന്ന വലിയ VIP ഇത്തരം സ്ഥലങ്ങളെ ചെന്നാൽ ഒന്ന് ഹെലികോപ്റ്ററിലൊന്ന് സഞ്ചരിക്കും, പിന്നെ പ്രധാനികളെ കാണും, ഒന്ന് എന്ന് പറഞ്ഞാൽ പോവുകയുള്ളൂ. ഇത്രയും മണിക്കൂർ ആ ഒരു മനുഷ്യ അവിടെ ചുറ്റി നടന്നു എന്നുള്ളത് പറഞ്ഞതിനേക്കാൾ 1.5 മണിക്കൂറും കണ്ട് കൂടുതലെടുത്ത്. ഇത് മാത്രമല്ല, അദ്ദേഹം ആ ആശുപത്രിയിൽ പോയി നൈസ എന്ന് പറയുന്ന കുഞ്ഞിനെ അതിനോടുള്ള പെരുമാറിയത് ഒരു പബ്ലിക് റിലേഷനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ആത്മാർത്ഥത, അതിൻ്റെ ഒരു ഫീല് ചെറുതല്ല. മാത്രമല്ല അദ്ദേഹം ഡോക്ടർമാരോട് ചോദിച്ചു ഇവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ പലർക്കും ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. ഉടൻ പ്രൈം മിനിസ്റ്റർ ചോദിച്ചത് ഇവിടെ സൈക്കോളജിസ്റ്റിന് സേവനം ലഭ്യമല്ലേ എന്നാണ്. ഉണ്ട് എന്ന് പറഞ്ഞു. അതെല്ലാം അതാണ് ഡീപ്പായിട്ട് അദ്ദേഹം ചോദിക്കുന്ന കാര്യങ്ങൾ. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞ അദ്ദേഹം ഒരു ഭരണാധികാരി എന്ന നിലയിൽ വളരെ ഡീപ്പായിട്ട് തന്നെ കാര്യങ്ങൾ പഠിച്ചു, എല്ലാവരും കണ്ടു, മനസ്സിലാക്കി, സംസാരിച്ചു, സംയമനത്തോടെ സംസാരിച്ചു, എല്ലാവരും പറയുന്നത് കേട്ടു. ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുമ്പോഴും ഇദ്ദേഹം ഒരു പേഴ്സണൽ ടച്ച് നടത്തി. ആ പേഴ്സണൽ ടച്ച് ഞാൻ ആ 3 വയസ്സുള്ള കൊച്ച്, ആ കൊച്ചിന് ഇതാരാണ് തൻ്റെ അടുത്തിരിക്കുന്ന അറിയില്ല. ആ കൊച്ചു നോക്കുമ്പോൾ നല്ല നരച്ച താടിയുള്ള ഒരപ്പൂപ്പൻ. ആ കൊച്ചിനെ താടി ഒന്ന് പിടിച്ചു നോക്കി, കൊച്ചിനങ്ങ് ഇഷ്ടപ്പെട്ടു. കൊച്ചു കണ്ണാടി ഒന്ന് പിടിച്ചു നോക്കി. എന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നാ വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ മോദി ഇങ്ങനെ മുഖം മാറ്റുന്നുണ്ട് മറ്റെന്തോ ശ്രദ്ധയിലേക്ക്. അപ്പോൾ ഈ മോദിയുടെ മുഖത്ത് നോക്കാതെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന കൊച്ചി കൈയും കൊണ്ട് താടി ഇങ്ങനെ പെട്ടെന്ന് അദ്ദേഹം വീണ്ടും ഈ കൊച്ചിനെ ചേർത്ത് പിടിക്കുകയാണ്. ഇതൊരു ഫീല് തന്നെയാണ്. ഇതിൻ്റെ മുമ്പിൽ എനിക്ക് തോന്നിയത് മോദിയെ ഇങ്ങനെ എന്ത് ചെയ്താലും, സത്യത്തിൽ രാഷ്ട്രീയക്കാർ എന്ത് ചെയ്താലും നാടകം എന്ന രീതിയിൽ കഥയുണ്ടാവും. പക്ഷേ ഈ മോദിയുടെ ഈ കുഞ്ഞുമായിട്ടുള്ള ഇടപെടലിനെ നാടകം അധികം ആളുകൾ പറഞ്ഞില്ല. അല്ല, മാത്രമല്ല നമ്മളെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മോദിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴൊക്കെ ഏത് പിന്നെ ഉച്ചകോടിക്ക് എവിടെ പോയാലും ഈ അവിടുത്തെ ഈ സ്ലോ മോഷനിൽ കൈയടിക്കുക, ഇങ്ങനെ നടക്കുക എന്നുള്ളതിന് പകരം അദ്ദേഹം എല്ലാവരും കെട്ടിപ്പിടിക്കുക, തോൾ തട്ടയൊക്കെ ചെയ്ത് വളരെ ഇൻഫോർമലായി പെരുമാറാറുണ്ടല്ലോ. പക്ഷേ ഇതൊരു അസാധാരണമായ ഒരു കാഴ്ചയായിപ്പോയി. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാവിലെ ചെയ്ത് വീഡിയോക്കകത്ത് പറഞ്ഞത് സ്റ്റാൻലി കടുത്ത മോദി വിരുദ്ധനാണ്. സ്റ്റാൻലി പറയുന്നത് ഇത് മുഴുവൻ ഈ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിച്ചതാണ്, ഇവിടെ 300 സീറ്റ് UPAക്ക് കിട്ടേണ്ടതായിരുന്നു, കംപ്ലീറ്റ് അട്ടിമറിച്ചതാണ് എന്നാണ് സ്റ്റാൻലി പറയുന്നത്. പുള്ളി എല്ലാം അങ്ങനെ കാണത്തുള്ളൂ. ആ സ്റ്റാൻലി എന്നോട് പറയാണ്, എത്ര നന്നായാണ് മോദി ഇടപെട്ടത്. ഞാൻ ചെട്ടിപ്പോയി. അതെ, അത് വളരെ കറക്റ്റാണ്. ഇതിപ്പോൾ രാവിലെ സോബിനോട് പറഞ്ഞു, സോബിൻ പറഞ്ഞു അവൻ ഇന്നലെ ഈ ഇത് നമ്മുടെ എഡിറ്റർ സോബിനുണ്ടല്ലോ, അവൻ പറഞ്ഞു അവൻ ഇന്നലെ ഈ അവൻ്റെ DP എന്തോ ഒരു സാധനമാണ് സ്റ്റാറ്റസ് ഇട്ടത്, ഈ വീഡിയോ ഒരു അന്തം കമ്മിയായ ഒരു ടീച്ചർ അവനെ വിളിച്ച വീഡിയോ തരണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് ഈ ടച്ച് എന്ന് പറയുന്ന സാധനം. തീർച്ചയായും. എനിവേ, നമുക്കത് അല്ല ചർച്ച ചെയ്യുന്നത്. ചർച്ച ചെയ്യാൻ മാത്രം ഇല്ല, അതെല്ലാവരും കണ്ടു, സംസാരിച്ചു, ഒരു ദിവസം വൈകുകയും ചെയ്തു. നമുക്ക് ചർച്ച ചെയ്യേണ്ടത് അഖിൽ മാരാർ ആണോ പിണറായി വിജയനാണോ വിജയിച്ചത് എന്നുള്ളതാണ് ഈ യുദ്ധത്തിൽ. അതെ. പണ്ട് മറുനാടൻ ബോച്ച യുദ്ധം എന്ന് പറഞ്ഞ മാതിരി ഒരു യുദ്ധമാണ് വിജയൻ മാരാർ യുദ്ധം എന്ന് പറയുന്നത്. അതിൻ്റെ പശ്ചാത്തലം രാജ്മോഹൻ അത് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയിരിക്കുന്നത്? അല്ല, പശ്ചാത്തലത്തെ കുറിച്ച് പറയുമ്പം ഇത് വളരെ കൃത്യമായി അയാളുടെ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഈ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയാൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് അയാൾ പറഞ്ഞല്ലോ. പിന്നീട് അങ്ങോട്ട് അയാൾക്ക് നേരെ അതിശക്തമായ തോതിലുള്ള സൈബർ ആക്രമണമാണ് നടത്തിയത്. പക്ഷേ കൃത്യമായി തൻ്റെ നിലപാട് അയാൾ നല്ല പഠിച്ചിട്ടുണ്ട്, സ്റ്റഡീഡ് ആണെന്നുമാണ്. കൃത്യമായി തന്നെ നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കി എന്തുകൊണ്ട് കൊടുത്തിട്ടില്ല എന്നുള്ളത്. ഈ അഖിൽ മാരാര് ഇപ്പോഴാണല്ലോ കേരളത്തിൽ പ്രശസ്തനാവുന്നത്. അതെ, ബിഗ് ബോസ് വരുമ്പോൾ. അതെ, അതിനു മുമ്പ് അദ്ദേഹം അത്യാവശ്യം കുറച്ച് ഈ ചാനലുകളിൽ ചർച്ചയ്ക്ക് വരുമായിരുന്നു. ഒരു സിനിമ സംവിധാനം ചെയ്തു അദ്ദേഹം, ഒരു സിനിമ ചർച്ച ചെയ്തു. ആ സിനിമയൊന്നും അത്ര വിജയിച്ച സിനിമയൊന്നും അല്ല. അതെ. പക്ഷെ അതിനൊക്കെ മുമ്പ് അഖിൽ മാരാർ എനിക്കറിയാം, വ്യക്തിപരം. അതെങ്ങനെ പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം എല്ലാ പാർട്ടിയിലെയും CPM ഒഴികെ എല്ലാ പാർട്ടിയിലെയും യുവ നേതാക്കൾ, CPM, DYFI, SFI ഒഴികെ എല്ലാ പാർട്ടിയും, KSU ആണെങ്കിലും BJP ആണെങ്കിലും യുവ നേതാക്കൾ പലപ്പോഴും വർഷങ്ങളായിട്ട്, ഇപ്പം മറുനാടൻ തുടങ്ങിയിട്ട് 2008 തുടങ്ങിയതാണ്. അപ്പോൾ മറുനാടൻ തുടങ്ങി 16 വർഷമായി. അപ്പോൾ യുവ നേതാക്കൾ പലപ്പോഴും നമ്മളെ പല വാർത്തകളൊക്കെ അവരെ സംബന്ധിച്ച് അവർ കയറി വരുന്ന സമയത്ത് അവർ പല വാർത്തകൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. തീർച്ചയായും. അപ്പോൾ അങ്ങനെ തന്നെ ഇവൻ അഖിൽ കോട്ടത്തല ആയിരുന്നപ്പോൾ, ഇവൻ അഖിൽ രാജ് ആയിരുന്നു ആദ്യം. കൊട്ടാരക്കരയാണ്. അഖിൽ രാജ് ആയിരുന്നു ആദ്യം. അഖിൽ രാജ് എന്ന് പറഞ്ഞാൽ കോളേജിൽ പഠിച്ചതും അന്ന് മാങ്ങ കച്ചവടവും പരിപാടികളൊക്കെ സാധാരണ വീട്ടിലൊരു മനുഷ്യനാണ്.
അപ്പം സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ പയ്യനാണ്. ഈ അഖിൽ രാജ് മാറി അഖിൽ കോട്ടത്തലയായി. അതൊരു അടിപിടി കേസിൽ പ്രതിയായപ്പോഴാണ് അവൻ സ്ഥലപ്പേര് അല്ല SI നിന്റെ പേരനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അഖിൽ കോട്ടത്തല. കോട്ടത്തലയിലെ അഖിൽ എന്ന് ഉദ്ദേശിച്ചത്. ആ കോട്ടത്തലയിലെ അഖിൽ നിന്റെ വീട് എവിടെയാണ് ആ പേരനാണെന്ന് ചോദിച്ചപ്പോൾ അഖിൽ കോട്ടത്തല എന്ന് പറഞ്ഞു. കോട്ടത്തല സുരേന്ദ്രൻ എന്ന് പണ്ട് വളരെ വിപ്ലവകാരിയ ഒരു നേതാവ് ഉണ്ടായിരുന്നു. ലോകമർദ്ദനത്തിൽ കൊല്ലപ്പെട്ട അദ്ദേഹം കോട്ടത്തലക്കാരനല്ലേ എന്ന് എനിക്ക് തോന്നുന്നത്. കൊട്ടാരക്കരയാണെന്ന് അറിയാം കൃത്യസ്ഥലം കോട്ടത്തല. അപ്പൊ ഇങ്ങനെ ഇവൻ എഴുതി വെച്ചു. അപ്പൊ പോലീസ് എന്ത് ചെയ്തു, SI എന്ത് ചെയ്തു, അവൻ നമ്പർ സേവ് ചെയ്തു അഖിൽ കോട്ടത്തല. എന്നാ അത് കൊള്ളാലോ നോർത്താൻ അഖിൽ കോട്ടത്തല. അപ്പൊ അക്കാലത്ത് പിണറായി വിജയനെ വിമർശിച്ചതിന്റെ പേരിൽ കണ്ടൊരു കേസ് എടുത്തിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചു. 2015-ലോ 16-ലോ ആണ് എന്നെ വിളിക്കുകയും അന്ന് ഇവിടെ വരികയും മറുനാടൻ്റെ ഓഫീസിൽ വന്നിട്ട് ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ തിരക്കിലായിരുന്നു, മറ്റാരോ അഭിമുഖം എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. അന്ന് മുതൽ തുടങ്ങിയ ഒരു ബന്ധം. പിന്നീട് ഇയാൾ ഈ സിനിമ എടുക്കാൻ തുടങ്ങുന്നു. അപ്പം ആ സിനിമ എടുക്കാൻ തുടങ്ങിയ സമയത്ത് ഒരു താത്വികാവലോകനം എന്ന സിനിമയുടെ പേര്. ആ സിനിമ വാസ്തവത്തിൽ രാഷ്ട്രീയക്കാരെയൊക്കെ പരിഹസിക്കുന്ന ഒരു സിനിമയായിരുന്നു. ആ സിനിമയുടെ സമയത്ത് മിക്കവാറും എന്നെ വിളിക്കാറുണ്ടായിരുന്നു. പക്ഷേ സിനിമ അത്ര നല്ലതായിരുന്നില്ല. അയാൾ സംവിധാനം ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുന്നു അയാൾ സിനിമയിൽ ക്ലിക്കായെന്ന് തോന്നുന്നു. കാരണം OTT ഒക്കെ കൊടുത്തിട്ട് കാശ് കിട്ടി. അപ്പം വാട്സാപ്പ് അയാൾ അങ്ങനെയാണ് ചാനൽ ചർച്ചകളിലേക്ക് വരുന്നത്, സിനിമാ സംവിധാനത്തിൽ. ഈ സമയത്ത് ദിലീപിൻ്റെ കേസും മറ്റേ ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളിലൊക്കെ ഇയാൾ അഭിപ്രായം പറഞ്ഞ് സജീവ സാന്നിധ്യം. അങ്ങനെയാണ് ഇയാൾ ഇതിൻ്റെ അകത്ത് കയറി പറ്റുന്നത് ഈ ബിഗ് ബോസിൽ. അപ്പോൾ ബിഗ് ബോസിൽ അപ്പോഴൊരു പശ്ചാത്തലം ഓർക്കണം, ബിഗ് ബോസിനെ എതിർത്ത് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ന്യായീകരണം പറയുന്നുണ്ട്. ഞാനതിനെ വലിയ ഗൗരവമായിട്ട് കരുതി ഒരു അവസരം കിട്ടി ഉപയോഗിച്ചു എന്നല്ലാതെ ബിഗ് ബോസ് മഹത്തായ സംഭവം അന്നും ഇന്നും ഇല്ല. അത് സത്യമാണ്. അങ്ങനെ അവസരം കിട്ടി, ബിഗ് ബോസിനോട് വലിയ യോജിപ്പില്ല, പക്ഷെ ബിഗ് ബോസിൽ അവസരം കിട്ടിപ്പോയെന്നുള്ളതായിരുന്നു അങ്ങനെ നിലപാട്. അപ്പം അവിടെ നിന്ന് ഇയാൾ ബിഗ് ബോസിലാവുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ വിഷമമുണ്ടായ ഒരു കാര്യം, ഈ ബിഗ് ബോസിൽ അന്ന് ശ്രദ്ധിക്കപ്പെട്ട 2 പേരും എനിക്ക് വളരെ അടുപ്പമുള്ളവരായിരുന്നു. അതെ, ശോഭ വിശ്വനാഥ്. ശോഭ വിശ്വനാഥിനെ ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് ശോഭ വിശ്വനാഥിനെ അവരുടെ ജീവിതാനുഭവം ഭയങ്കരമായൊരു ട്രാജഡി ആയിരുന്നു. ഇത് വാർത്തയാക്കാൻ വേണ്ടി ഇവർ പല ചാനലുകളും പോയിട്ട് ആരും കൊടുത്തില്ല. ഒടുവിൽ മാതൃഭൂമിയിലെ ശ്രീജ, ഇവിടെ ഇപ്പോൾ പുറത്തുള്ള ശ്രീജ ശോഭയോട് പറഞ്ഞു ഇത് വരണം എന്നുണ്ടെങ്കിൽ മറുനാടൻ മലയാളി പരീക്ഷ വന്നിട്ട് കാര്യമുള്ളൂ. ഇത് ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഇവരാരും വെളിയിൽ പറയത്തില്ലെങ്കിൽ. ഇപ്പം എന്നോട് ഒരു ബിൽഡർക്കെതിരെ വിധി വന്നപ്പോൾ ഒരാൾ എന്നെ കാണാൻ വരുന്നു. എന്നെ പരിചയമില്ല, മറുനാടൻ പരിചയമില്ല. അയാൾ പറഞ്ഞത് ഈ വിധിച്ച ആര്, ഞാൻ കോടതിയെന്നോ അല്ലെങ്കിൽ എന്നോ ഞാൻ പറയുന്നില്ല, വിധിച്ചയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വാർത്ത വേണമെന്നുണ്ട് മറുനാടൻ പോകണം. അങ്ങനെയുണ്ട് ആ ഒരു ആത്മവിശ്വാസം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ ആത്മവിശ്വാസമാണ് നമ്മുടെ ഒരു അടിത്തറ എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ ശോഭയുടെ അഭിമുഖം നമ്മൾ കൊടുത്തു. ഞാനിപ്പോഴും ഓർക്കുന്നത് ശോഭയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. മുഖം കാണിക്കാമോ, മുഖം കാണിക്കത്തില്ലേ, ഇങ്ങനെ ഭയങ്കര പേടിയായിരുന്നു. അവരെ എതിരാളികളെ കണ്ട ആളുകളും അതിശക്തരാണ്. അങ്ങനെയാണ് അവർ കയറി അവർ വന്നതിന് ശേഷം ഈ 2 പേരും ബിഗ് ബോസിൽ വന്നു. ഈ കറക്റ്റ് ബിഗ് ബോസിൻ്റെ ഫൈനൽ സമയത്ത് ഞാൻ ഒളിവിലും പോയി. അതുകൊണ്ട് എനിക്ക് ഇവരെ 2നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനോ ഒന്നും ചെയ്തില്ല. എനിവേ അത് കഴിഞ്ഞ നാള് ഞാനിത് കഴിഞ്ഞ് പിന്നെ അപ്പോഴത്തേക്കും തിരക്കായി പോയില്ലേ നമ്മുടെ അഖില്. അപ്പോൾ ഇവൻ്റെ ഫോണൊക്കെ ആ ഫോൺ കിട്ടാതായി. പിന്നെ നാളുകൾക്ക് ശേഷം അവൻ എന്നെ ചേട്ടാ ഞാൻ വിളിച്ചിട്ട് ചേട്ടൻ എടുക്കുന്നില്ല എന്ന് എനിക്ക് മെസ്സേജ് ഇട്ടപ്പോഴാണ് അവന് വേറെ നമ്പറാണ് ഞാൻ അറിയുന്നത്. എനിവേ അപ്പോൾ ഇവൻ്റെ പ്രത്യേകത രാജ്മോഹൻ പറഞ്ഞ മാതിരി ഇവൻ കഠിനപ്രയത്നം ചെയ്യും. അതായത് പലതരത്തിലും ഇപ്പം ഞാൻ എന്നെ കരുതുന്നത് വലിയ അറിവുള്ളൊരു മനുഷ്യനായിട്ടല്ല. ഇപ്പം ഞാൻ ലേഖനം എഴുതിക്കൊണ്ട് ഒരിക്കൽ കലാകൗമുദി ചെന്നു. NRS ബാബു ആദ്യത്തെ എൻ്റെ കലാകൗമുദി. പുള്ളി ഇത് തിരിച്ചും മറിച്ച് നോക്കിയിട്ട് ഈ എന്നാരും എഴുത്താടാ വൃത്തികെട്ടണമെന്ന് ഇത്രയും കാലം ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ട് നിരാശ തോന്നുന്നു, മറ്റത് മറിച്ച് കുറേ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഞാൻ ആകെ നിരാശനായി. പക്ഷെ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നാ സാറേ കൊള്ളത്തില്ലെങ്കിൽ അല്ല ഞാൻ ശരിയാക്കിക്കോളാം, പക്ഷെ നിനക്ക് എന്ത് കണ്ടന്റ്, നിനക്ക് എന്താ നാട്ടുകാർക്ക് വേണ്ടത് നിനക്കറിയാമെന്ന് പറഞ്ഞു. അതായത് നിനക്ക് എഴുതാൻ അറിയത്തില്ല, പക്ഷേ പത്രാധിപർക്ക് വേണ്ടത് എന്താണെന്ന് അറിയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എപ്പോഴും എന്നെ റേറ്റ് ചെയ്യുന്നത് ഞാനൊരു വലിയ അറിവുള്ളയാളോ അല്ലെങ്കിൽ എന്താന്ന് പറയുന്നത് ഒരു പണ്ഡിതനൊന്നുമല്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന പണി ആർക്കാണോ വേണ്ടത് എന്താണ് അത് നമുക്ക് ചെയ്യാൻ അറിയാവുന്നൊരു വിശ്വാസമുണ്ട്. ഇവൻ്റെ പ്രത്യേകത, ഇവൻ മഹാപണ്ഡിതനോ ജ്ഞാനിയോ ബുദ്ധിജീവിയോ ഒന്നുമല്ല. പക്ഷെ അവന് ചെയ്യുന്ന കാര്യം ഷൈൻ ചെയ്യാനും ചെയ്യുന്ന കാര്യത്തിൽ റിസൾട്ട് ഉണ്ടാക്കാനും അവനറിയാം.
അത് അഖിൽ കോട്ടത്തലയാണെങ്കിലും അഖിൽ രാജ് ആണെങ്കിലും അപ്പോൾ അവൻ ആ സമയത്ത് അവന് വിപ്ലവരെ വിളിച്ചോട്ടെ. അപ്പോൾ അവൻ അങ്ങനെ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടി, അവന് കൃത്യമായിട്ട് അറിയാം ഇത് ദീർഘകാലം നിൽക്കാൻ പോകുന്ന സാധനം അല്ലെന്ന്. അടുത്ത വിജയ് വരുമ്പോഴത്തേക്ക് അത് മാറി അടുത്ത വിജയ് വരുമ്പോഴത്തേക്ക് മാറാം. അതുപോലെ തന്നെ അവന് സിനിമയിലൊന്നും പക്ഷെ അവൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ അവൻ അത്യാവശ്യം സാമ്പത്തിക സുരക്ഷിത ഉറപ്പാക്കി. ഇപ്പം ഇഷ്ടംപോലെ ഈ ചടങ്ങുകളൊക്കെ വിദേശത്തൊക്കെ വിളിക്കും. പക്ഷേ ഇതിനിടയിൽ ഇവൻ അവൻ്റെ ഒരു ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക. ഈ അഖിൽ ആരാർ എന്ന് പറയുന്ന ബിഗ് ബോസ് ജേതാവായ സിനിമാക്കാരനായ ഈ പയ്യൻ അവനൊരു ഐഡന്റിറ്റി വളർത്തിയെടുക്കുകയും അവൻ ഈ സമൂഹത്തിൽ ഒരു അഭിപ്രായമുള്ള ആളെ മാറുകയും ചെയ്യുവാണ്. ഇത് അവൻ്റെ ജീവിതത്തെ ബാധിക്കാൻ, സ്വാധീനിക്കാൻ, അതായത് ഇവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ ഇവൻ്റെ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസും ഇവൻ്റെ ഇപ്പോഴത്തെ ശക്തമായ നിലപാടും കേരളത്തിലെ കോൺഗ്രസ്സുകാരോ ബി ജെ പിക്കാരോ ഫലപ്രദമായി ഉപയോഗിച്ചാൽ അത് നമ്മുടെ നാട്ടിൽ രണ്ട് പാർട്ടി നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇവനെ കൃത്യമായി അടുത്തവനെ കൊട്ടാരക്കര MLA ആക്കാം. പക്ഷെ അവർ വിചാരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കഴിവ്, ഇയാളിപ്പം ഒരു കഴിവുള്ള ആളാണെന്ന് ഏതാണ്ട് തെളിയിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരാൾ മിടുക്ക് കാണിച്ചാൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിലൊക്കെയാണെങ്കിൽ മിടുക്ക് കാണിച്ചാൽ പിന്നെ അവൻ്റെ കാര്യം കട്ടത്തിലാണെന്ന് പറയുന്നത്. BJP-യിൽ അങ്ങനെ തന്നെ. കേരളത്തിൽ അധികാരം കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അധികാരം ഇല്ലാതിരുന്നിട്ട് ഇങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഏറ്റവും കുറഞ്ഞ അധികാരമുണ്ട്. പിന്നെ അധികാരമില്ലാതിരുന്നിട്ടും BJP-യിൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് പക വീട്ടുന്ന കാര്യത്തിൽ ഏറ്റവും മുമ്പിലുള്ള ഒരു പാർട്ടിയാണ് BJP. പ്രാദേശികമായി, ദേശീയതലത്തിൽ ഇപ്പം നമ്മൾ ഉത്തർപ്രദേശിൽ കണ്ടത് എന്താണെന്ന് ആർക്കറിയാം. ഉത്തർപ്രദേശിൽ കണ്ടത് അങ്ങനെയൊക്കെയാണ്. ഇവിടെ പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം വളരെ ഞെട്ടലോടെ അറിഞ്ഞൊരു കാര്യം, അതിലേക്ക് ഞാൻ പറയുന്നില്ല, അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അത് അതുമായി ബന്ധപ്പെട്ടവർക്ക് ബുദ്ധിമുട്ടാകുന്നതാണ്, ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് അപ്പം ഈ പയ്യന് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിൽക്കാത്ത നിഷ്പക്ഷമായ ഒരു സമൂഹമുണ്ട്. അവരെ നമുക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത്. തീർച്ചയായും ഈ നിഷ്പക്ഷ സമൂഹം സത്യസന്ധതയാണ് അവരെ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഗുണം, അമേരിക്കയുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ഈ പറയുന്ന തരത്തിലായതുകൊണ്ട്, ഒരു ഇൻഡിവിജ്വലിനെ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് ഏതൊരാൾക്കും ഉയർന്നു വരാൻ പറ്റും. ഇപ്പം ബൈഡന് സംഭവിച്ചതാണല്ലോ, ബൈഡൻ അതുകൊണ്ട് തിരിച്ചടിച്ച് പോയി ആ ഭരിക്കുന്ന പാർട്ടി. അതേസമയം ട്രംപ് എങ്ങനെയാണ്? ട്രംപ് ഒന്നാന്തരം ബിസിനസ്സുകാരനാണ്. അപ്പം അവിടുത്തെ എങ്ങനെയാണ്? ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ജനങ്ങളാണെങ്കിൽ, മുഖ്യമന്ത്രി നേരിട്ട് മത്സരമാണെങ്കിൽ ഈ ഒരു അടിസ്ഥാന കടമ്പ കടന്നാൽ ആർക്കും മത്സരിക്കാം. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ആരുടെയും കാലെ പിടിക്കണം, തരൂരിനോ ആർക്കും വേണം മത്സരിച്ച് പിണറായി 8 നിലയിൽ പൊട്ടിപ്പോകും. പക്ഷേ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഏറ്റവും ജനവിരുദ്ധന് മുഖ്യമന്ത്രിയാവാം. ഏറ്റവും ജനവിരുദ്ധന്, അവൻ ഏറ്റവും സുരക്ഷിതമായി ധർമ്മടത്ത് പോയി നിന്ന് എന്തായാലും പിണറായി ജയിക്കാതെ മുഖ്യമന്ത്രിയാവും. 6 മാസം കഴിഞ്ഞ് ഇപ്പൊ ഇന്ന് വരെ പിണറായിയെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന, CPM-നെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ നാളെ ഒരു മാപ്പ് പറയണം, എന്നോട് ക്ഷമിക്കണം, CPM-നെ ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്ന് വിളിച്ച് പറയാമെന്ന് കരുതുക. എന്നിട്ട് ധർമ്മടത്ത് എനിക്ക് സീറ്റ് കിട്ടുകയാണ്, ഞാൻ ജയിക്കത്തില്ലേ? എനിക്ക് കുത്തുറപ്പ് തളിപ്പറമ്പ് അത്ര അല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ സുധാകരൻ എല്ലാം കൂടെ കൂട്ടത്തിൽ വോട്ട് ചെയ്തുകൊണ്ടാണത്. മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് വോട്ട് കുറവല്ലായിരുന്നോ? പാർലമെന്റ് ഇലക്ഷന് സുധാകരൻ ലീഡ് ചെയ്ത് അവിടെ അല്ല, നിയമസഭയിൽ എനിക്ക് തോന്നുന്നു വലിയ ഭൂരിപക്ഷം ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സിസ്റ്റം വെച്ച് നോക്കിയാൽ ഈ നിഷ്പക്ഷ സമൂഹത്തിൻ്റെ വോട്ട് ഒരു നിർണായക ഘടകമാണ്. ഒരു 20% വരെ വോട്ട് പിടിക്കാനുള്ള ശേഷി അവനുണ്ട്. നമ്മളിപ്പോൾ 2020 സ്ഥാനാർത്ഥികൾ നോക്കുക, അവർ പിടിക്കുന്ന വോട്ട് 10 to 20% വോട്ട് എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷരുടെ വോട്ടാണ്. ഈ 10 to 20% അങ്ങനെ ഒറ്റയ്ക്ക് പിടിക്കുന്ന ഒരാൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാൽ ജയിക്കാൻ എളുപ്പമാണ്. അതെ. അപ്പം UDF, പ്രത്യേകിച്ച് UDF കൊട്ടാരക്കരയിൽ KN ബാലഗോപാലിനെതിരെ ആരാരെ നിർത്തിയാൽ ഉറപ്പാണ് ജയിക്കും. ബാലഗോപാൽ വലിയ ഭൂരിപക്ഷമൊന്നും ഇല്ലെന്ന്, നാട്ടുകാരനാണല്ലോ. അല്ല, വലിയ ഭൂരിപക്ഷമൊന്നും കുറഞ്ഞ വോട്ടിലാണ് ജയിച്ചത്. ഇത് മാത്രമല്ല, ഈ ഗണേഷ് കുമാർ പ്രതിഭാസം ഒരു ഇമ്പാക്റ്റ് പത്തനാപുരത്ത് ഒതുങ്ങി, ബാലകൃഷ്ണപിള്ള പ്രതിഭാസം കൊട്ടാരക്കരയിൽ നിന്ന് പോയി. അപ്പോൾ അതുകൊണ്ട് ഇത് കോൺഗ്രസ് ആണ് വിജയം. ഇനി അതല്ല, BJP ആണെങ്കിൽ ജയിച്ചില്ലെങ്കിലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ബുദ്ധിയുള്ളവരാണെങ്കിൽ ഇവനത് ഉപയോഗിക്കും. ഇവൻ അതിന് പരുവപ്പെട്ടൊരു മനസ്സുള്ള ചെറുക്കണം. ഇപ്പം നമ്മൾ അവൻ്റെ ഈ പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോഴും വിഷയത്തിലേക്ക് രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണല്ലോ, പാർട്ടി പ്രവർത്തിച്ച പാരമ്പര്യം കൂടെ പരിചയം. കോൺഗ്രസ്സുകാരനായിരുന്നു കുറച്ചു കാലം. പിന്നെ അവിടെ ഈ കൊടിയക്കുന്നിൽ ഇവനൊരു ചവിട്ടായിരുന്നു. ചവിട്ടി അവൻ്റെ എല്ലാം ഒടിച്ചിട്ട് അവസാനം എന്തൊരു കേസ് വന്നപ്പോഴത്തേക്കും എല്ലാം കൂടെ പണി കൊടുത്തിട്ട് ഇവൻ യുവമോർച്ചയിൽ പോയി. പക്ഷെ യുവമോർച്ച കയറുമ്പോൾ തന്നെ ചവിട്ടുന്നു. രണ്ടുപേരും അതുകൊണ്ട് അവന് യുവമോർച്ചയിൽ അധികം നിന്നില്ല, ഷൈൻ ചെയ്തില്ല. അവിടെ നിന്നാണ്
പിന്നെ അവൻ സിനിമയിലേക്ക് മാറിയെന്നും വന്നത്. അപ്പോൾ തിരിച്ച് ഇവരാരെങ്കിലും അക്കോമഡേറ്റ് ചെയ്താൽ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനുള്ള മനസ്സുണ്ടെന്ന് തോന്നുന്നു. സുധാകരനൊക്കെ പറ്റും, പക്ഷേ കോൺഗ്രസിലെ ഗ്രൂപ്പ് കാരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ വിഷയം. അപ്പം എന്തായാലും ആ ഒരു സാധ്യത നമ്മൾ പരിഗണിക്കുമ്പോൾ തന്നെ ഈ വിഷയത്തിലേക്ക് വരണം. നമ്മളെ വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് പറയൂ. ആ വിഷയം രാജ്മോഹൻ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഇയാളുടെ ഈ ഫൈറ്റ് ഉണ്ട്, ഒന്ന് പറയൂ. അയാൾ വളരെ കൃത്യമായ അയാളുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ നമ്മുടെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് അയാൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അതല്ല കൊടുക്കരുതെന്ന് അയാൾ പറഞ്ഞിട്ടില്ല. അതിൻ്റെ പേരാണ് ഇപ്പോൾ കേസിൽ എടുക്കുന്നത്. ഇതിനൊരു അക്കൗണ്ടബിലിറ്റി വേണം, ഇതിന് കൃത്യമായ കാര്യങ്ങൾ വേണം എന്ന് അയാൾ കാര്യകാരണ സഹിതം ഉദാഹരണ സഹിതമാണ് അയാൾ പറഞ്ഞത്. അയാളുടെ ആദ്യത്തെ വീഡിയോ നമ്മൾ അവിടെ ആരംഭിക്കണം. സത്യം പറഞ്ഞാൽ ഈ CPM-കാരുടെ ഒരു കുഴപ്പം, ഞാനൊരു വളരെ രസകരമായ കാര്യം പറയാം. ഞാൻ ഫേസ്ബുക്കിലിടുന്ന ചില പോസ്റ്റുകൾ ഞാൻ ഡിലീറ്റ് ചെയ്യും. ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതിനൊരു കൃത്യം ലക്ഷ്യമുണ്ട്. പോസ്റ്റ് ഇട്ടൊരു 1 മണിക്കൂറിനകം ഞാൻ ഡിലീറ്റ് ചെയ്യും. എനിക്കറിയാം അപ്പോൾ തന്നെ ഈ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് അൻവർ അയാളുടെ ഫേസ്ബുക്കിലിടുന്നു. ഓഹോ. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫേസ്ബുക്കിൽ പറയുന്ന സാധനം എന്നെ ഇഷ്ടപ്പെടുന്നവരല്ല കാണേണ്ടത്, എൻ്റെ ശത്രുക്കളാണ് കാണേണ്ടത്. എൻ്റെ ശത്രുക്കൾ കാണാനുള്ള ഏറ്റവും എളുപ്പ വഴി ഞാൻ കണ്ടിരിക്കുന്നത് അൻവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടുന്ന. ഞാൻ ഈ ഫേസ്ബുക്കിലേക്ക് സാധനം ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്യുമ്പോൾ അൻവർ ഓർക്കുന്ന നീ ഡിലീറ്റ് ചെയ്താൽ എത്രയോ തവണ വിജയകരമായി ഞാൻ പരീക്ഷിച്ചിട്ടുണ്ടോ. അപ്പോൾ അൻവറിൻ്റെ ധാരണ ഞാനിട്ട്. അപ്പം ഈ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഞാൻ വെറുതെ പറഞ്ഞല്ല, ഈ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അമ്പൂക്കെ കൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം പറയിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വിവരക്കേടെന്ന് പറഞ്ഞ സാധനം ഈ അന്തം കമ്മികൾക്ക്, സൈബർ കമ്മികളുടെ ഒരു രീതിയാണ്. അപ്പോൾ ഇവർ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ജനത്തിന് വിവേകവും വിവരവും ഉണ്ട്. അതെ, ആ സത്യം പലപ്പോഴും അറിഞ്ഞുകൂടാ, ഇവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവരിപ്പോൾ ഞാൻ ഇന്ന് അത്ഭുതപ്പെട്ടു. സാപ്പിയൻസ് പറഞ്ഞൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഞാനുണ്ട്. സാപ്പിയൻസ് ഞാൻ വളരെ സെലക്റ്റഡ് ആയിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിലുള്ളൂ. ഈ സാപ്പിയൻസ് നമ്മുടെ സജീവൻ അന്തിക്കാട് അഡ്മിനായിട്ടുള്ള ചലച്ചിത്ര സംവിധായകൻ സജീവൻ അന്തിക്കാട്. ഇയാളൊരു നല്ല കിടുകക്ഷിയാണ്, യുക്തിവാദിയാണ്, കടുത്ത യുക്തിവാദിയാണ്. പക്ഷേ ഇയാൾ യുക്തിവാദിയാണെങ്കിലും ഈ മറ്റു ചിലരെ പോലെ അടിമത്വമൊന്നുമില്ല. ഈ യഥാർത്ഥത്തിലുള്ള സ്വതന്ത്ര ചിന്താധികാരായ യുക്തിവാദി കുറച്ചുകൂടി ഞാൻ കണ്ടു. ബാക്കി ഇപ്പം 2 3 തരത്തിലുള്ള യുക്തിവാദികളാണ് ഞാനുള്ളത്. ഉദാഹരണത്തിന് യുക്തിവാദിയാന്ന് പറയും ഹിന്ദു മതങ്ങളെയും ഭയങ്കരമായിട്ട് വിമർശിക്കും, പക്ഷേ ഇസ്ലാമിനെ വിമർശിക്കാത്തവരുണ്ട്. അതെ. അതുപോലെ തന്നെ യുക്തിവാദിയായിരിക്കുന്ന ആരിഫ് ഹുസൈൻ തെരുവോത്ത് ഇസ്ലാമിനെ മാത്രമേ വിമർശിക്കത്തുള്ളൂ കൂടുതലായിട്ട്. അതേസമയം അതുപോലെ തന്നെ അങ്ങനെ പലതരത്തിലുള്ള യുക്തിവാദികളും കൂടെ ഉണ്ട്. സ്വന്തം വീട്ടിൽ ഈ നിയമം നടപ്പിലാക്കില്ല, അത് വീട്ടിൽ പരിമിതി ഉണ്ടാവും. അതിൽ നമ്മുടെ രവിചന്ദ്രൻ, എന്താണ് രവിചന്ദ്രനെ ദൈവമായി കരുതുന്ന യുക്തിവാദികളുണ്ട്. അതായത് ഞാൻ എപ്പോഴും നമ്മുടെ റിജുവിനോട് സംസാരിക്കുമ്പം നിങ്ങളുടെ ദൈവം എന്നാ പറയുന്നത്. അതായത് ദൈവമില്ല എന്ന് പറയുന്ന റിജുവിനെ പോലുള്ളവരുടെ ദൈവമാണ് രവിചന്ദ്രൻ. അപ്പൊ രവിചന്ദ്രനെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ടൊരു വാർത്ത വന്നാൽ റിജുവിനൊന്നും സഹിക്കാനേ പറ്റത്തില്ല. സൈബർ നമ്മുടെ എന്താ പറഞ്ഞ ഒരു സൈബർ പടയാളിയായിട്ട് റിജു വെടിവെക്കാൻ ഇറങ്ങും. ഞാൻ എപ്പോഴും ചോദിക്കും നിങ്ങളുടെ ദൈവം എന്നാ പറയുന്നത് ചോദിക്കുന്നത്, ആലോചിക്കുക. അതായത് ദൈവം ഇല്ല എന്ന് പറയുന്ന. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള ആളുടെ ഇടയിൽ തികച്ചും സ്വതന്ത്രമായ നിലപാടെടുക്കുന്ന വളരെ അപൂർവ ഒരാളാണ് സജീവൻ അഡ്മിനായിട്ടുള്ളൊരു വാട്സാപ്പ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ ഞാനുണ്ട്. പക്ഷേ ഞാൻ ഈ ഗ്രൂപ്പിൽ ചർച്ചയൊക്കെ ഇങ്ങനെ, ഞാൻ ഈ ഗ്രൂപ്പുകളിലൊന്നും ഇടപെടാറില്ല. ഇന്ന് പക്ഷേ സഖി കെട്ടിട്ട് ഞാൻ ഇടപെട്ടു. അപ്പോഴാണ് ആളുടെ പേര് ബാബുരാജോ അങ്ങനെ കണ്ട ആൾ യുക്തിവാദിയാണത്ര, അടിമയാണ്. അതായത് ഇവരൊക്കെ പിണറായി എന്ന് പറയുന്നത് വലിയ മഹാസംഭവമാണെന്ന് കരുതുകയും പുരോഗമനം, സമത്വം, മാങ്ങാത്തലി മറിച്ചാന്ന് പറഞ്ഞ് പറയുന്നത് ഈ സമൂഹത്തിൻ്റെ എല്ലാ പരിഷ്കൃതമായിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള നവീനമായിട്ടുള്ള എല്ലാത്തിനും എതിരാണ് പിണറായി സോ. അല്ല, ഇവർക്ക് കുറച്ച് വക്കാവുള്ളത് സ്വന്തമായിട്ടുണ്ടല്ലോ. സത്യാനന്തര കാലഘട്ടം, ഇങ്ങനെ കുറെ വാക്കല്ല, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ഇങ്ങനെ കുറെ വാക്കുകൾ എടുത്ത് പ്രയോഗിക്കും. അല്ലല്ല, അപ്പം ഇവരുടെ ഇയാൾ എന്നിട്ട് പറയുന്നുണ്ട് അശ്ലീല സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റാണ് അയാൾ. ആര്? അഖിൽ മാരാർ. അശ്ലീല മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. അപ്പം എന്താണെന്നറിയാമോ ഇവരെന്താണ് അശ്ലീല മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ? നമ്മുടെ നാട്ടിലെ സമ്പന്നന്മാരായ ആളുകളെ, അതിപ്പം ഏതുടമയാണെങ്കിലും, അത് മാളുള്ളവനാണെങ്കിലും ശരി, മാടക്കടയുള്ളവനാണെങ്കിലും ശരി, അതല്ല സ്വർണ്ണക്കടക്കാരനാണെങ്കിലും ശരി, റിയൽ എസ്റ്റേറ്റുകാരാണെങ്കിലും ശരി, അവൻ്റെയൊക്കെ തോന്നിയാസങ്ങൾ കണ്ടിൽ നിന്ന് നടിക്കണം നല്ല മാധ്യമ പ്രവർത്തനം. അങ്ങനെ ആയിരിക്കണമല്ലോ എപ്പോഴും. അവനെതിരെ ഫൈറ്റ് ചെയ്താൽ അവൻ അശ്ലീല. ഇവിടെ മറുനാടനെ പോലെ ഒരു മാധ്യമവും ഇന്നേ വരെ ഇവിടുത്തെ സമ്പന്നരുടെ, കച്ചവടക്കാരുടെ ഈ തട്ടിപ്പ് അഴിമതി കൊണ്ടുവന്നിട്ട് അതിനെതിരെ നമുക്ക് അവരെവിടെയില്ല. നമ്മുടെ നാട്ടിൽ കേസ് കൊടുക്കുന്നൊരു സ്വാഭാവികം, എല്ലാ മാധ്യമങ്ങളും കേസ് കൊടുക്കാറുണ്ട്.
അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എനിക്കെതിരെ രാജ്മോഹന് കേസ് കൊടുക്കണമെങ്കിൽ രാജ്മോഹന് മുമ്പ് 2 വഴിയാണ് ഉള്ളത്. ഞാനൊന്നും നിയമം ലംഘിക്കാറില്ല. ഞാൻ ചെയ്യുന്ന ഞാൻ ഒരു നിയമം ലംഘിക്കാറില്ലാത്ത മനുഷ്യനാണ്. പക്ഷെ ഞാൻ ചെയ്യുന്ന വാർത്ത രാജ്മോഹന് അപമാനം ഉണ്ടാക്കാം. ആർക്ക് അപമാനം ഉണ്ടാക്കാം? അപ്പോൾ ദിലീപിന് അപമാനം തോന്നാം. അപ്പോൾ ദിലീപിന് മുമ്പ് 2 വഴിയേ ഉള്ളൂ, രാജ്മോഹൻ 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ ഏതെങ്കിലും മജിസ്ട്രേറ്റ് കോടതി പോയി എനിക്കിത് ക്രിമിനൽ കേസ് കൊടുക്കുക, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ താഴെ നഷ്ടപരിഹാരമേ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഡാമേജ് എൻ്റെ വാർത്ത ഉണ്ടാക്കിയിരിക്കുന്ന ഡാമേജ് 10 ലക്ഷം രൂപ താഴെയാണ്, മുനിസിപ്പൽ കോടതി കൊണ്ടുപോയി സിവിൽ കേസ് കൊടുക്കുക. 10 ലക്ഷത്തിൽ കൂടുതലാണ് സബ് കോടതി കൊണ്ടുപോയി സിവിൽ കേസ്. എന്നിട്ട് ഞാനിത് വാദിക്കുക. എന്നിട്ട് ഞാൻ തോറ്റാൽ ഞാൻ ഡിസ്ട്രിക്ട് കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ. ഇതാണ് സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ ഇവരൊക്കെ കുറേ ശ്രമിച്ചു. അപ്പോൾ ഇവർക്ക് കുറേ കഴിഞ്ഞ് പിടികിട്ടി ഞാൻ ഈ ചെയ്യുന്നതെല്ലാം രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. രേഖകളില്ലാതൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരു കേസിലും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇപ്പം മറുനാടനെതിരെ കേസെടുത്ത് ഇവന്മാർ പോരാടാൻ ഇറങ്ങും. ഇവരുടെ ധാരണ എന്താണ്? നമ്മൾ ഒരുപാട് അഴിമതിയുടെയും തട്ടിപ്പിൻ്റെയും ഒക്കെ ഒന്നുമില്ല. ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചു, നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചു, സകല സാധനങ്ങൾ നോക്കി, പരാതിയെല്ലാം നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ്. ഈ രീതിയിൽ പോലും നമ്മളെ സമ്മർദ്ദത്തിലാഴ്ത്താനും നമ്മളെ ബുദ്ധിമുട്ടിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊന്നും ഇവർക്കാർക്കും അറിയാത്തത് കൊണ്ടല്ല. നീ അങ്ങനെ ചെയ്യണ്ട. ഞങ്ങളുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്യുന്ന മാതിരി മുതലാളിമാരെ കുറിച്ച് പറയാൻ പാടില്ല, രാഷ്ട്രീയക്കാരെ വിമർശിക്കാം, ഒരു പരിധിക്കപ്പുറത്തേക്ക് വിമർശിക്കാൻ പാടില്ല. വിമർശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചങ്കനെ വിട്ടാക്കണം എന്നുള്ള ഇവരുടെ ഇതുകൊണ്ടാണ് ഈ പറയുന്ന സാപ്പിയൻസിലിരിക്കുന്നവൻ പോലും മാധ്യമ പ്രവർത്തനം. എന്താണ് ഈ മാരാരെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ മാരാർ ആദ്യം ചെയ്തത് എന്താണ്? ആദ്യത്തെ വീഡിയോ കാണണം. ആദ്യത്തെ വീഡിയോ മാരാർ പറഞ്ഞത് വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നു, വയനാട്ടിൽ വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നു, ഞാൻ അവരെ സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ഞാൻ 3 വീട് വെച്ചു കൊടുക്കും. പക്ഷേ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ ഞാൻ കൊടുക്കത്തില്ല. അതിനൊരു അവകാശം അയക്കില്ലേ? തീർച്ചയായും. അങ്ങനെ അയാൾ പറഞ്ഞപ്പോൾ തന്നെ ഇവന്മാരെല്ലാം കൂടി അയാളെ പഞ്ഞിക്കിട്ടു. ഇയാൾക്കെതിരെ കേസെടുത്തു. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ഈ മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിന് പിരിവ് തുടങ്ങിയ അന്ന് മുതൽ ഒരു ദുരന്തമുണ്ടായ അന്ന് തന്നെ തുടങ്ങിയല്ലോ. അന്ന് മുതൽ ഏതാണ്ട് 500 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കേരളത്തിൽ. 500 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞ അഖിൽ മാരാറുണ്ട്, ബെന്നി ജനപക്ഷമുണ്ട്, ഒരുമാതിരിപ്പെട്ട എല്ലാ ഓൺലൈൻ പത്രക്കാരുമുണ്ട്. മറുനാടനാണ് ആദ്യത്തെ കേസ്, മറുനാടനാണ്. ഒരുമാതിരിപ്പെട്ട ഓൺലൈൻ പത്രക്കാരുമുണ്ട്. വഴിയെ പോകുന്ന സകലത്തിനും കേസെടുത്ത്. എന്താ ഞാൻ ചോദിക്കുന്നത്? ഇവർ ഏതു തരം മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത്? മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി കൊടുക്കരുതേ എന്ന് പറഞ്ഞാൽ പിന്നെയും യുക്തിഭദ്രം. അതുപോലും കേസെടുക്കാൻ പാടില്ല. ഒരാളുടെ അഭിപ്രായം ഇനി പോട്ടെ, മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ട് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അത് സർക്കാരിൻ്റെ ഒരു നല്ല പ്രവർത്തിക്കെതിരെ അതൊന്നും കേസെടുക്കേണ്ട സാധനമല്ല. ഇന്ത്യ ഭരണഘടന ആർട്ടിക്കിൾ 19(1) ഇവിടെ ബാധകമല്ലെന്ന് സംശയമുണ്ട്. കേരളത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? എന്നിട്ടോ അവനെതിരെ കേസെടുത്തപ്പം ഇവർ മനസ്സിലാക്കി. ഞാൻ ആദ്യം അമ്പുക്കയുടെ കാര്യം പറഞ്ഞ അതുകൊണ്ടാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് ഉത്തമ ബോധ്യമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ പോട്ടെ എന്നൊരു മനസ്സോടുകൂടിയായിരിക്കും ആദ്യം ചെയ്യുന്നത്. ഈ പോട്ടെ എന്ന മനസ്സ് കളയുന്നത് ഇവർ നമ്മളെയൊക്കെ ഒരു ചൊറിയപ്പെടും. ഇപ്പം സത്യം പറഞ്ഞാൽ CPM മറുനാടനും നമ്മൾ യുദ്ധം ആരംഭിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഉമ്മൻചാണ്ടിക്ക് സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നൊരു മാധ്യമമായിരുന്നു മറുനാടൻ. അന്ന് ദേശാഭിമാനിലെ മനോജ് അടക്കമുള്ളവരാണ് നമുക്ക്, മനോജ്, ബ്രിട്ടാസ്, സകല മനുഷ്യൻ നമ്മുടെ ആൾക്കാരാണ്. ഇത് കഴിഞ്ഞു പിണറായി വിജയൻ അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്ന ആദ്യത്തെ ആളുടെ പ്രവർത്തി നമ്മളെ നിരാശപ്പെടുത്തി. എന്താണെന്ന് വെച്ചാൽ അങ്ങേരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ, പ്രാവശ്യത്തതല്ല, അങ്ങേരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അങ്ങേരെ കോടികൾ മുടക്കിയാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. നമുക്കത് സഹിക്കാൻ പോലും കിട്ടുന്ന കാര്യമല്ല. 2, വെള്ളാപ്പള്ളി നടേശനെ ഇപ്പം പിടിച്ചകത്തിടുന്ന കരുതിയാണ് ഞാനിരിക്കുന്നത്. ഞാൻ എല്ലാവരും പറയുന്നുണ്ട് അങ്ങടെ പിണറായി ഇരട്ടച്ചങ്കം കയറി വരുന്നുണ്ട്, ഇപ്പം വെള്ളാപ്പള്ളി ആകത്താണ്. കാരണം അന്ന് 2016 കേരളം മുഴുവൻ നടന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രതിമയും കൈപ്പിടിച്ചുകൊണ്ട് CPM കഴുത്തറുത്ത ഗുരുദേവനാണെന്ന് പറഞ്ഞ് വർഗീയ പ്രചരണം. അന്നത്തെ RSS ഒന്നുമല്ല, അത്രയ്ക്കും ഭയാനകമായ വർഗീയത പറഞ്ഞ ആളാണ്. പിണറായി ആയാലും തമ്മിൽ കോംപ്രമൈസായി. നവോത്ഥാന സമിതി അധ്യക്ഷ സ്ഥാനം കൂടെ കൊടുത്തു. പിന്നെ കാണുന്നത് മുഴുവൻ കോംപ്രമൈസിൻ്റെ പിണറായിയാണ്. നമ്മുടെ തങ്കു ബ്രദർ എന്ന് പറയുന്ന കോട്ടയത്തുള്ള ഒരു പാസ്റ്റർ, ഒരു അക്സൽ സുവിശേഷ കച്ചവടക്കാരൻ, ആളുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ പോയി. ഫാരീസ് അബൂബക്കറിൻ്റെ അമ്മ മരിച്ചപ്പോൾ ദിവസം മണിക്കൂറുകളോളം വീട്ടിൽ പോയിരുന്നു. അപ്പോൾ ഇങ്ങനെ കളങ്കിതരെന്ന് നമ്മൾ പറയുന്ന ആളുകളുടെയൊക്കെ ആളായി പിണറായി മാറുമ്പോൾ നമുക്ക് പതിയെ അകലം വരിക. എന്നാലും നമ്മൾ ഇതുവരെ ഇയാൾ ഇരട്ടച്ചങ്ങനാമൻ പൊക്കിക്കൊണ്ട് വന്നല്ലേ മിന്നൽ പിണറായി പേരൊക്കെ കിട്ട്. ഈ പേരൊക്കെ നമ്മളായിരുന്നത് മിന്നൽ പിണറായി. നമ്മുടെ റിജു എന്നെഴുതിയ ഒരു ലേഖനത്തിൽ മിന്നൽ പിണറായി നീട്ടിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ എന്നാ ചെയ്യേണ്ട? നമ്മൾ ആകെ ആശയക്കുഴപ്പത്തിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊടിസുനിയും സംഘവും
മറ്റേ പരിപാടിയായിട്ട് രംഗത്തിറങ്ങുന്നത്, ജയിലിൽ അവരുടെ സുഖജീവിതം. ഇതിൻ്റെ എക്സ്ക്ലൂസീവ് വിഷ്വൽസും സാധനങ്ങൾ നമുക്ക് കിട്ടുന്നു. നമ്മൾ അടിച്ചു. അതോടെ ഇവന്മാരെല്ലാം കൂടെ ഒരുമിച്ചിറങ്ങിയിട്ട് മറുനാടിനെ ഡീഗ്രേഡ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്കിൽ എന്ന് പറഞ്ഞാൽ 5 സ്റ്റാറാണ്. അത് ഒറ്റയടിക്ക് ഇവന്മാർ 2 ആക്കി കുറച്ചു. അവസാനം നമ്മളത് സ്റ്റോപ്പ് ചെയ്തു. അതുപോലെ ഇവന്മാർ അന്ന് തുടങ്ങിയ യുദ്ധമാണ്. അപ്പോൾ എന്ത് പറ്റും? ഇവന്മാരെ റിപ്പോർട്ട് ചെയ്യുന്നു, പൂട്ടിക്കാൻ ഇറങ്ങുന്നു. വാശിക്ക് ഞാനും ഇറങ്ങി. നമ്മൾ പുറകോട്ട് പോകും. ഞാൻ ഇടകടത്തി എന്ന് പറയുന്നൊരു സ്ഥലത്ത് നല്ല ഇപ്പോഴും പണിയെടുക്കുന്നത്, ഇടകടത്തി എന്ന സ്ഥലത്ത് നല്ല തൂമ്പായും കൂടവും കമ്പിയും ഒക്കെ പിടിച്ച് കയറി വന്നവനാണ്. ജങ്ക് വിരിച്ച പമ്പയാറിൽ കൂടെ പെരുവെള്ളത്തിൽ, ഇപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിനൊക്കെ ആളുകൾ മറ്റേ ഈ ഇതിലൊക്കെ കെട്ടിയിട്ടിട്ടാണല്ലോ ഇറങ്ങുന്നത് രക്ഷാപ്രവർത്തനത്തിന്. ഞങ്ങളൊക്കെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത് കഴിഞ്ഞാൽ 1/2 കിലോമീറ്റർ അപ്പുറം കയറാവുന്ന പ്ലാനിൽ ഞങ്ങൾക്ക് വെറിയ വെള്ളത്തെ ചാടി ഞങ്ങൾ പോകുന്ന മനുഷ്യരെ രക്ഷിച്ച്, എന്തിനേറെ തടി ഒഴിവ് വരുമല്ലോ, തടി പിടിക്കാൻ, കാരണം ഈ തടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമല്ലോ. എന്തെല്ലാം പണികൾ. ആ സമയത്ത് ഞങ്ങൾക്ക് പാലമില്ല പമ്പയാറ്റിൽ. അന്ന് വള്ളം കടന്നാണ് ആളുകൾ പോകുന്നത്. ആളുകൾ ജീവിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ വെള്ളത്തിൽ മല്ല് പിടിച്ച് കൂടെ എടുത്ത് പറഞ്ഞ് എൻ്റെ അടുത്തുമാർ കളിക്കാൻ വരുമോ, ഞാൻ നിൽക്കുമോ? അങ്ങനെയാണ് ഈ യുദ്ധം തുടങ്ങി. ഇതങ്ങ് വഷളായി. ഇവരൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ മറവിലിരുന്നുകൊണ്ട് ഈ കുന്നായ്മ പറയുന്ന ആൾ, നമ്മളങ്ങനല്ല. ഇതങ്ങ് വഷളായി കൈവിട്ടു പോയി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ തോന്നാറുണ്ട്, എന്നെ കണ്ടാലും പിണറായിക്കെതിരെ തോന്നാറുള്ളൂ. അല്ല തോന്നുന്നത് എന്ത് വന്നാലും ആദ്യം അത് പിണറായിയായിട്ട് ബന്ധമില്ലാത്ത ഇത് കാണുമ്പോഴേക്കും പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് നവാബ് രാജേന്ദ്രന്റെ കാര്യമാണ്. നവാബ് രാജേന്ദ്രന്റെ ജീവിതം മുഴുവൻ പോരാട്ടമായിരുന്നു. കരുണാകരന്റെ പരാജയമാണെന്ന് എൻ്റെ ലക്ഷ്യമെന്ന് പുള്ളി പരസ്യമായിട്ട് പറഞ്ഞു. അവസാനം എന്ത് പറ്റി? കെ കരുണാകരൻ മുഖ്യമന്ത്രിയാകുമ്പോൾ 82-83 കാലഘട്ടത്തിൽ ഹൈക്കോടതിയിൽ പോയി ഇയാളെ ശല്യ വ്യവഹാരമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഹൈക്കോടതി പറഞ്ഞു ഇയാളാണ് യഥാർത്ഥ പൗരനെന്ന് പറഞ്ഞു. പൗരബോധമുള്ളവനാണ് ഈ നവാബ് രാജേന്ദ്രൻ എന്ന് കോടതി. അത് പുള്ളി കരുണാകരനെതിരായിരുന്നതുകൊണ്ട് സ്തുതി പാടാൻ CPM-കാരുണ്ടായിരുന്നു. പക്ഷെ ഇത് പിണറായിക്കെതിരായതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് ആരെ സഹായിക്കണമെന്നൊന്നും കോൺഗ്രസ്സുകാർക്ക് അറിയത്തില്ല. നമ്മൾ മോശം അശ്ലീല ജേർണലിസ്റ്റാക്കി മാറ്റും. ഈ പറയുന്ന സത്യമെല്ലാം വിളിച്ചു. ആ വ്യത്യാസം അത്രേ ഉള്ളൂ. നവാബ് രാജേന്ദ്രൻ അപ്പോഴത്തെ പരിമിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അയാളുടെ അതിൽ പോരാടി ലളിത ജീവിതമായിരുന്നു. നമ്മൾ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി ഉയർന്ന നിലവിൽ നിന്ന് പോരാടുന്നു. നമ്മുടെ അത്ര ലളിത ജീവിതമൊന്നുമല്ല, അത്ര വ്യത്യാസമുള്ളൂ. പക്ഷെ അന്ന് നവാബ് രാജേന്ദ്രൻ ഒരു താരപരിവേഷം കൊടുത്തു, കാരണം ബുദ്ധിജീവികളൊക്കെ പോയി. ഇന്ന് പിണറായിക്കെതിരായ കാരണം ഉമ്മാരെല്ലാം നമുക്ക് നവരാജേന്ദ്രൻ ജീവിച്ചിരുന്നെങ്കിൽ ഇന്നും ചെയ്യാൻ പറ്റില്ല. നവരാജേന്ദ്രൻ നവരാജേന്ദ്രനാണ് തീർത്തത്. നവരാജേന്ദ്രൻ സംഖ്യയാക്കി പണ്ട് ചാർത്തി വേഷം കാവ്യാണ് എല്ലാം തീർത്ത് കളഞ്ഞത്. അതെ. അപ്പോൾ ഈ പറയുന്ന യുദ്ധമാണ് ഇവനും മാരാരും. അപ്പം നമ്മൾ മാരാരൻ്റെ പോയിന്റിലേക്ക് കിടക്കണം. മാരാർ ആദ്യം ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഞാൻ കൊടുക്കില്ല. എപ്പോഴത്തേക്ക് ഇവൻ മാരാർക്കെതിരെ ഉമ്മാരലങ്കര രംഗത്ത് വന്നു, അപ്പോഴാണ് മാരാർ KSF-ലേക്ക് പോയത്. ഈ KSF-യിൽ മാരാർ പറഞ്ഞപ്പോൾ മാരാർ ബുദ്ധിമാനാണ്. മാരാർ ആദ്യം ഈ പറയുന്ന 2 പദ്ധതിയാണ് ഉണ്ടായിരുന്നത്. ഒരു പദ്ധതി KSF ലോൺ കൊടുക്കുന്ന പദ്ധതി, രണ്ടാമത്തെ പദ്ധതി പട്ടികജാതി പട്ടികവർക്കാർക്ക് KSF സൗജന്യ പദ്ധതി. അപ്പോൾ രണ്ടാമത്തെ സൗജന്യ പദ്ധതി പറയാതെ ഇയാൾ മനഃപൂർവ്വം മറ്റേത് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താ? മുഖ്യമന്ത്രി 2 പറഞ്ഞു പത്രസമ്മേളനത്തിൽ. മുഖ്യമന്ത്രി 2 പറഞ്ഞ സ്ഥിതിക്ക് ഇയാൾക്ക് ഇത് പറയേണ്ട കാര്യമില്ല. അപ്പോഴത്തേക്കും സഖാക്കളടാ പൊട്ട സംഘി ചാണക സംഘി കേട്ടില്ലേടാ മുഖ്യമന്ത്രി അത് ലോണിൻ്റെ ഇത് ഫ്രീ. അപ്പോൾ ഇവൻ അടുത്തെടുത്തിട്ടു, അതായത് പട്ടികജാതിക്കാർക്ക് ഫ്രീ കൊടുത്തു. അതും ഏതാണ്ട് 2.99 കോടിയുള്ളെന്ന് സാദിഖ് എന്താ നമ്മുടെ കൈറ്റിൻ്റെ അൻവർ സാദ് പറഞ്ഞു. അതോടെ അതും പൊളിഞ്ഞു. എന്നിട്ടും ഇപ്പം പിന്നെ ചോദ്യമാണ്, ഈ ബാക്കി കാശ് എവിടെ പോയി? അതിന് മറ്റൊരു ചോദ്യമുണ്ട്. ഇപ്പം പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചാൽ ഈ KSF വഴി കൊടുക്കുന്നതിനാ? ചിട്ടി കമ്പനി ലാപ്ടോപ്പ് തമ്മിൽ എന്ത് ബന്ധം? ചിട്ടി പിടിക്കാൻ പോകുന്നത്. സർക്കാർ ഒരു ടെൻഡർ വിളിച്ചാൽ ടെൻഡറിൽ നിന്ന് ഇത് കിട്ടാം. ഇനി അതല്ല ഇവരുടെ കൊക്കോണിക്സ് നേരിട്ട് കൊടുക്കണം. അതെ, സർക്കാർ വകുപ്പുണ്ടല്ലോ അതിന്. എന്നിട്ടും കള്ളമുണ്ട്. ഇന്നാൾ പൊളിച്ചടിക്ക് നശിപ്പിച്ച് വാരിക്കീറിയിട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു പട്ടികവർഗക്കാരനോ പട്ടികജാതിക്കാരനോ സൗജന്യമായി ലാപ്ടോപ്പ് കൊടുത്തു നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ അന്തം കമ്മിയാവുമെന്ന് പ്രഖ്യാപിച്ചു. ഞാനപ്പോൾ അവനെ വിളിച്ചു ചോദിച്ചു, കാരണം ഇത് പട്ടികജാതിക്കാർ കൊടുത്തു സത്യമാണല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ജീവാമൃതം 2 അമൃതമുണ്ട്, അതുകൊണ്ട് പിണറായി പറഞ്ഞത് കള്ളമാണ്. 2 ഇവന്മാർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പട്ടികവർഗ വിദ്യാർത്ഥികൾ കൊടുത്തില്ല, സ്കൂളുകൾക്കാണ് കൊടുത്തത്. വിദ്യാർത്ഥികൾക്കല്ല കൊടുത്തത്, സ്കൂളുകൾക്ക് കൊടുത്തു. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സ്കൂളിൽ കൊടുത്തതിനകത്ത് പിന്നിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. വിദ്യാർത്ഥിക്ക് ഒരു കമ്പ്യൂട്ടർ, ഞാൻ പട്ടികജാതി വിദ്യാർത്ഥിയാണ്, എനിക്കൊരു
ലാപ്ടോപ്പ് തന്നു. ഈ ലാപ്ടോപ്പ് കേടാവും. കാരണം എന്ന് വെച്ചാൽ ഇതെങ്ങനെ ഈ ലാപ്ടോപ്പിൻ്റെ പശ്ചാത്തലം എന്നതാ, ഇത് വലിയ രസകരമായ പശ്ചാത്തലമുണ്ട്. കോവിഡ് കാലത്ത് കുടുംബശ്രീയോട് ചേർന്ന് നമ്മുടെ KSFE പലിശയില്ലാതെ ഇൻസ്റ്റാൾമെൻറ്റ് വഴി പണം വാങ്ങി കൊടുക്കാൻ തീരുമാനിച്ചു. KSFE ഒരു ചാരിറ്റി ആയിരുന്നു. ഞാൻ പറഞ്ഞ എല്ലാവരും എന്തെങ്കിലും ചെയ്യുമല്ലോ. അപ്പോൾ KSFE അന്ന് പബ്ലിസിറ്റി കൊടുത്തു, പലിശയില്ലാതെ ഇൻസ്റ്റാൾമെൻ്റ് ആയി നിങ്ങൾക്ക് ലാപ്ടോപ്പ് തരും കുടുംബശ്രീക്ക്. KSFE ഇതിൻ്റെ അവിടെ നിന്നൊക്കെ അവിടെ ടെൻഡർ കൊടുത്ത് ഇവിടെ ടെൻഡർ കൊടുത്ത് ഓർഡർ മേടിച്ച് കൊടുത്ത് തിരിച്ചു വന്നപ്പോഴത്തേക്കും കോവിഡ് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആരും ഓർഡർ ചെയ്ത് ഇതുവരെ ഏതാണ്ട് 2 ലക്ഷം ഇത് അല്ല കുറേ ഇരിക്കുക. 55,000 ലാപ്ടോപ്പ് അവിടെ ഇരിക്കുക, ഓർഡറില്ല. അപ്പോൾ ഇത് അതൊക്കെ നടന്നു. അപ്പോൾ ഈ ലാപ്ടോപ്പ് ചെലവാകാതിരിക്കുമ്പോൾ ആ ലാപ്ടോപ്പാണ് മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിന് കാശ് കൊടുത്തിട്ട് കുടുംബശ്രീ വഴി സൗജന്യം കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു പരിപാടി ആക്കുന്നത്. എന്നിട്ടും മിച്ചം വന്ന് 10-20,000 ലാപ്ടോപ്പ്. ഈ ലാപ്ടോപ്പാണ് KSFE കാശ് കൊടുത്തിട്ട് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് കൊടുത്തില്ല, കൊടുത്തത് ആർക്കാണ്? സ്കൂളുകൾക്ക്. സ്കൂളാകുമ്പം ഒരു ലൈബ്രറി പോലെ, അതായത് നിങ്ങൾ ഇന്ന സ്കൂളിൽ 10 ലാപ്ടോപ്പ് ഞാൻ തരുന്നു. അപ്പോൾ ആ സ്കൂളിലെ കുട്ടികൾക്ക്, പട്ടികജാതി കുട്ടികൾക്ക് പഠിക്കാമെന്നാണ്, പട്ടികജാതി കുട്ടികൾ അല്ലെങ്കിൽ ആർക്കും കൊടുക്കാമല്ലോ, ലൈബ്രറി പോലാണ്. ഈ 10 കൊടുക്കുമ്പോൾ അതിനകത്ത് 5 കേടാണെങ്കിലും ഇവരാരും പറയത്തില്ല, ചുമ്മാ കിട്ടുന്നില്ലേ. ദാനം കിട്ടുന്ന പശുവിൻ്റെ പല്ല് നോക്കാൻ പാടില്ല. അപ്പോൾ ഈ 5 കിട്ടിയാൽ ഇവർ ഹാപ്പിയാണ്. അപ്പോൾ ഇതൊരു അക്ഷരാർത്ഥത്തിൽ ഒരു തട്ടിപ്പാണ്. ഈ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നും KSFEക്ക് കാശ് പോയാൽ അത് അടിച്ചു മാറ്റപ്പെട്ടില്ലെങ്കിൽ പോലും അത് ദുരൂഹമാണ്, അഴിമതിയാണ്. ആണല്ലോ. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി അങ്ങനെ ഉപയോഗിക്കേണ്ടതല്ല. ഇത് തുറന്ന് പറഞ്ഞിട്ടും ഇവന്മാരുടെ പ്രശ്നം, CPM-കാരുടെ പ്രശ്നം എന്നാ വെച്ചാൽ, ഈ പിണറായി സ്റ്റേറ്റ് CPM-കാരുടെ പിണറായി സ്റ്റേറ്റ് കുഴപ്പം എന്നാ വെച്ചാൽ ഒരിക്കലും തോൽവി സമ്മതിക്കത്തില്ല. ഇല്ല, ഞങ്ങൾ ജയിച്ചു പ്രഖ്യാപിക്കും. ഇത് കാക്കയാണ് എന്ന് അവന്മാർ ഒരു മൈനയെ കാണിച്ചിട്ട് പറയുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞത് മൈനയാണ്. കണ്ടോ, ഞങ്ങൾ പറഞ്ഞില്ലേ ഇത് കാക്കയാന്ന്. അവന്മാർ ഞങ്ങൾ പറഞ്ഞാണ് ശരിയെന്നാണ് അവർ പറഞ്ഞതെന്ന് ഇവരങ്ങ് പറയും. അവർ സമ്മതിച്ചു, നമ്മൾ ജയിച്ചു, അവർ സ്ഥലം വിടും. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആരോ എന്തോ ഒരു പോസ്റ്റ് ഇട്ടു, ആ പോസ്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഇവർ പറയുന്നു ഇത് ഒരു അഴിമതിയില്ല, എല്ലാം കറക്റ്റാണ്. ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. എന്തിനാണ് ഈ ചിട്ടി കമ്പനിക്ക് ഇത് കൊടുത്തതെന്ന് ചോദ്യം. സർക്കാർ സ്ഥാപനങ്ങൾ ഇതെല്ലാം കൊടുക്കാൻ ഇല്ല, വിദ്യാഭ്യാസ വകുപ്പിനെ കൊടുക്കുന്നില്ലേ, പട്ടികജാതി പട്ടികവർഗ എല്ലാ സ്ഥാപനങ്ങളുണ്ട്. അപ്പം ഇത് മുഴുവൻ ഉഡായിപ്പാണ്. അപ്പോൾ ഈ ഉഡായിപ്പിനെ കുറിച്ച് ഇവനോട് ചോദിച്ചു, ഇവൻ വെറുതെ വിടുവോ? ഇവൻ എന്നിട്ട് അവൻ വെല്ലുവിളിച്ചിരിക്കുക. അക്ഷരാർത്ഥത്തിൽ ഞാൻ അമ്പുക്കാട് ഉദാഹരണം പറഞ്ഞ അതുപോലാണ്. ഈ പറയുന്ന പബ്ലിസിറ്റി കൊടുക്കുന്ന, അതായത് ഇതിനെയൊക്കെ വിമർശിച്ച് തോൽപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന ഇവരാണ് യഥാർത്ഥത്തിൽ ഈ പിണറായിക്ക് ഇന്നത്തെ അവൻ്റെ പോസ്റ്റ് ആരംഭിക്കുന്നത് അങ്ങനെ. ഞാൻ ഈ കേദാസനെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ആരോ എന്നെ വാശി പിടിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും രാജ്മോഹൻ ഈ യുദ്ധത്തിൽ പടമായത് വിജയനാണ്. അതെ, അഖിൽമാരാറല്ല, പടനായകനായത് കാരണം ഇവൻ ഇതോടുകൂടി, ഈ വിഷയത്തോടുകൂടി അഖിൽമാരാർ ഒരു റിയൽ ലീഡറായി, കേവലം ഒരു ബിഗ് ബോസ് താരത്തിന്. അപ്പം ഇതിനു മുമ്പ് ഒരു പയ്യനുണ്ടായിരുന്നല്ലോ, ഒരു റോബിൻ രാധാകൃഷ്ണൻ. അവരൊക്കെ വന്നങ്ങ് പോയി. പക്ഷേ ഈ അഖിൽമാരാർ അവശേഷിക്കും. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റ് ഭരണാധികാരിക്കെതിരെ അതിശക്തമായി ശബ്ദമുയർത്താനായിട്ടുള്ള സ്റ്റഫുള്ള ഒരു സെൽ. അല്ല, അത് വളരെ പ്രധാനമാണ്. സ്റ്റഫ് പ്രധാനമാണ്, കണ്ടന്റ് ഉണ്ടോ എന്നുള്ള വളരെ പ്രധാനമാണ്. ഇവർക്ക് പലരുടെയും പ്രശ്നം, ഇവർ ഹൂന്ന് വേളം വെച്ചങ്ങ് തീരെയുള്ളൂ. അഖിലൊക്കെ വളരെ കൃത്യമായത് വിഷയം പഠിച്ചു, അന്വേഷിച്ചു. അവൻ അതുപോലെ അവരെ വിളിച്ചു, അവൻ KSFE വിളിച്ചു, കൈറ്റിൻ്റെ ആളെ വിളിച്ചു, ഇതെല്ലാ വിവരങ്ങളും അവരെല്ലാ വിവരം ശേഖരിച്ചു ചെയ്യുന്നത്. മിടുക്കൻ കേട്ടോ. എന്തായാലും ഇവനെ ഉപയോഗിക്കാൻ നമുക്കിത് അവസാനിപ്പിക്കാം. ഈ സംവാദത്തിൽ പൂർണ്ണമായും തോറ്റത് പിണറായിസ്റ്റുകളുമാണ്. ജയിച്ചത് നിങ്ങൾ പറഞ്ഞ മതി പടനായകനായത് അഖിൽമാരാറാണ്. ഈ അഖിൽമാരാറെ അടുത്തൊരു സ്ഥാനാർത്ഥി അവൻ ഇപ്പോഴേ നിങ്ങൾ ശ്രമിച്ചാൽ സാധിക്കും. അല്ലെങ്കിൽ ചിലപ്പം എന്തായാലും അയാൾ CPM-കാരുടെ കോട്ടയം വീഴത്തില്ല. ആത്മാഭിമാനം അല്പം ബാക്കിയുള്ളത് കൊണ്ട് ആർക്കും ആ പാർട്ടി പോയി മത്സരിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഈ യുദ്ധത്തിലെ പടനായകന്മാരും പടയിൽ തോറ്റത് മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് എന്ന് തീർച്ച. നന്ദി, നമസ്കാരം.